ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് വല്ലാത്തൊരു പേടി ഉണ്ടാകും. ഈ ഒരു ടൈമിൽ ചിലപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകത്തില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിയിട്ട് ഒന്നെങ്കിൽ വണ്ടി റോഡിൻ്റെ വെളിയിലേക്ക് പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്ററിലേക്ക് പോകും. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോൾ ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് കൃത്യമായിട്ട് സൈഡ് കൊടുക്കാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും എളുപ്പത്തിൽ ക്ലിയർ ആക്കി എടുക്കാനായിട്ടുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് ഞാൻ നിങ്ങളെ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള ട്രിക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട് കട്ടപ്പനയിൽ. വർഷങ്ങളായിട്ട് ഞാനിവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നതാണ്. നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടെ ആത്മവിശ്വാസത്തോടെ ഏതൊരു വണ്ടി നന്നായിട്ട് ഓടിക്കാനായിട്ടുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര തിരക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് കൃത്യം പേടിയില്ലാതെ സൈഡ് കൊടുക്കാനും സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും ക്ലിയർ ആക്കി എടുക്കാനായും, അതായത് അത് ഏത് റോഡിൽ ഡ്രൈവ് ചെയ്താലും നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആക്കി എടുക്കാനായിട്ടുള്ള ട്രിക്കാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഇതിന് ഞാനിവിടെ വണ്ടി എടുക്കുന്ന സമയം തന്നെ, ഇവിടെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്കിത് ഇവിടുന്ന് വണ്ടി നേരെ ഈ റോഡിലേക്ക് ഇറങ്ങണം. ഇവിടെ നമ്മുടെ ഒരു വാഹനം കിടപ്പുണ്ട്, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ എനിക്ക് ഇറങ്ങിയിട്ട് വേണം ദേ നേരെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം ഇവിടെ എടുക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകണം. കാരണം ഇവിടെയുള്ള വണ്ടിയെ തട്ടാൻ പാടില്ല, അവിടെ തട്ടാൻ പാടില്ല. അപ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പം ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, എൻ്റെ കാല് കൃത്യമായിട്ട് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, എന്നിട്ട് ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മളൊരു വണ്ടി ഇത്തരത്തിൽ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ടാസ്കുകളുണ്ട്. വണ്ടി 2-3 എണ്ണം അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുന്നു. അതിൻ്റെ ഇടയിലൂടെ വണ്ടി നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണം. കാരണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു പരിധിക്കപ്പുറം വണ്ടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് വലത്തോട്ടാണ് ആദ്യം ഇറങ്ങേണ്ടത്. ഞാൻ അതുകൊണ്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ച് ഞാനിതേ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഓടിക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് മെല്ലെ വരികയാണ്. ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു, എന്നിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇത് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഇത് ക്ലച്ചും ബ്രേക്കും ചവിട്ടുവാണ്. കാരണം ഇവിടെ നമുക്ക് ചെറിയൊരു ഇറക്കം കൂടിയൊരു ഭാഗമാണ് വീടിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇനി ഒരുപാട് വണ്ടി മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നു, എന്നിട്ട് നമ്മൾ വണ്ടിയെ പതുക്കെ വീണ്ടും മുന്നിലേക്ക് ഇറങ്ങണം. അതിന് ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ ഇതേ വണ്ടി പതിയെ മുന്നോട്ട് ഇറങ്ങി. കണ്ടോ? അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി. ഇനി എനിക്ക് വണ്ടി ഇങ്ങോട്ട് തിരിയണം. അപ്പോൾ ഞാനിവിടെ ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യുകയാണ്. ഇപ്പോൾ വലത്തോട്ട് സ്റ്റിയറിംഗ് തിരിച്ചു, അതിനനുപാതികമായിട്ട് ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യുന്നു. പല ആൾക്കാരും എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് അയച്ചങ്ങ് എടുക്കും. വണ്ടി പെട്ടെന്ന് റോഡിൻ്റെ നടുക്കോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഇപ്പം ഇങ്ങനെ വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എൻ്റെ ഒരു വണ്ടിയുണ്ട്, അവിടെ തട്ടാതെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തിരിയണം. അത് ഞാൻ സ്റ്റിയറിംഗ് ഇത് എടുത്തെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകാനായിട്ട് പലപ്പോഴും നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ഓക്കെ, അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒരു 1.5 റൗണ്ടിനോട് അടുത്ത് തിരിച്ചു, പൂർണ്ണമായിട്ടും തിരിച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് നയിക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് തിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് എന്ന് പതുക്കെ അയക്കുകയാണ്. അതായത് പരമാവധി സ്പീഡ് കുറച്ചിട്ട് ഞാൻ വണ്ടി ഇവിടെ എടുക്കാൻ നോക്കുന്നു. എന്നിട്ട് ഇതേ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനിങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു, ക്ലച്ച് കൺട്രോൾ ചെയ്ത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. സ്പീഡ് കൂടുന്നില്ല, ക്ലച്ച് കൺട്രോൾ ചെയ്ത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നു. റോഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കണം. ഒരു തുടക്കക്കാരൻ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റിയറിംഗ് നേരെയാക്കുന്നു, എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിയെ എടുത്തു. കണ്ടോ? അപ്പോൾ ഒരു ബിഗിനറിന് ഇങ്ങനെ ചവിട്ടി നിർത്തിയേ തുടക്കത്തിൽ എടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത്
ക്ലച്ചിലും ബ്രേക്കിലും വന്ന് പതുക്കെ എടുക്കാനായിട്ട് കഴിയത്തില്ല. ഇനി നമുക്ക് എങ്ങനെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാം? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ഒരു ഭാഗത്തിനപ്പുറമായിരിക്കണം നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഈ നടുക്കാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വരുന്നതെങ്കിൽ, നമ്മൾ കാണുന്നതെങ്കിൽ, ദീർഘദൂരം മുന്നിൽ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ വണ്ടി ഇടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പതിയെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ കാണുന്നതെങ്കിൽ പതിയെ നമ്മൾ സ്റ്റിയറിംഗ് ഇതേ ഈ ഒരു സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കാണുന്ന വാഹനം, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഈ ഒരു ലെയറിന് വെളിയിലേക്ക് കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ വണ്ടിയെ ഒരു കാരണവശാലും തട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതിന് നിങ്ങൾ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്, ഗിയർ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇടുങ്ങിയ വില്ലേജ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്ത് പഠിക്കുക. ഇതാണ് ഏറ്റവും എളുപ്പമാർഗം. കാരണം ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളവും തിരിവും വരും. റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയും. കാരണം ചെറിയ വീതി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടത്ത് ചേർന്ന് വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് പഠിക്കേണ്ടതായിട്ട് വരും. നമ്മളൊരു വീതി കൂടിയ റോഡിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകില്ല. കാരണം റോഡിന് വീതി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വണ്ടി റോഡിൻ്റെ നടുഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാലും നമുക്ക് റോഡിൻ്റെ വീതി ഉള്ളത് കൊണ്ട് ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടമാകുന്നത് മനസ്സിലാകില്ല. പക്ഷേങ്കിൽ നമ്മളൊരു വില്ലേജ് റോഡുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് പരമാവധി വില്ലേജ് റോഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്യാതിരിക്കുക. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്യാതിരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ചിലർ ചെയ്യുന്നതാണ് ഇത് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കും. ഈ മെത്തേഡ് ഒഴിവാക്കുക. കാരണം നമുക്കൊരു പരിധിക്കപ്പുറം ഒരു സൈഡിലേക്ക് തിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കൈ ഇപ്പോൾ പൂർണ്ണമായിട്ട് ലോക്കായിട്ടുണ്ട്, കണ്ടോ? ഒരു പരിധിക്കപ്പുറം നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇതും ഒഴിവാക്കുക. അപ്പോൾ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഏകദേശം ഈ ഒരു രീതിയിൽ കൈകൾ പിടിക്കുക. ഈ ഒരു പൊസിഷൻ പറയുന്നത് 9-3 പൊസിഷൻ എന്നാണ്. അതായത് ഈ സ്റ്റിയറിംഗ് വീലിനെ നമ്മളൊരു ക്ലോക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് 9ഉം ഈ ഒരു ഭാഗത്ത് 3ഉം വരും. അതാണ് 9-3 പൊസിഷൻ. പിന്നെയുള്ളത് 10-10 പൊസിഷൻ വരും, 8-4 പൊസിഷൻ വരും. ഏറ്റവും ബെറ്റർ 9-3 ആണ്. കാരണം 9-3 പൊസിഷനിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടത്തോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കൈ ഈ ഒരു ഭാഗത്തുനിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് താഴോട്ട് വലിക്കുക. ആ ഒരു ടൈം നമുക്കിത് നമ്മളുടെ വലത്തെ കൈയിൽ നിന്ന് ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ മേളിലേക്ക് തള്ളി കൊടുക്കുക. അപ്പോൾ ഇടത്തെ കൈ ഫ്രീ ആക്കുക. അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വലിക്കുക. ശേഷം ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കുക. കണ്ടോ? ഇതാണ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മികച്ച ഒരു മെത്തേഡ്. കാരണം ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും തിരിക്കുക. ഇപ്പോൾ ചെറുതായിട്ട് തിരിച്ചാൽ മതിയെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് കൂടുതൽ തിരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു വലത്തോട്ടൊരു വളവെടുക്കണം, കൂടുതൽ തിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിക്കുന്നു, കണ്ടോ? നമുക്ക് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കയറാനായിട്ട് കഴിയും. വീണ്ടും നേരെയാക്കണം. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ടയർ നേരെയായി. വീണ്ടും ഞാനിത് ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിക്കുന്നു, കണ്ടോ? ഇനി ചെറുതായിട്ടാണ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ബിഗിനർ ഇത് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുക. പരമാവധി ഇങ്ങനെ ഒരിടത്ത് ബലം പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാതിരിക്കുക. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കത്തിൽ കിട്ടത്തില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളത് ഡ്രൈവ് ചെയ്ത് കാണിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് ഞാനിത് വലത്തെ സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് അയച്ച് ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്തു നോക്കുക. അപ്പോൾ വണ്ടി എങ്ങോട്ടാണ് അനങ്ങുന്നതെന്ന് നോക്കും. ഇപ്പോൾ ഇങ്ങോട്ടാണ് വണ്ടി അനങ്ങുന്നത്. അപ്പോൾ അനക്കം മനസ്സിലാക്കിയിട്ട് ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് പിടിച്ചു. കാരണം എൻ്റെ വണ്ടി അങ്ങോട്ട് പോകും. എന്നിട്ട് ഇവിടെ ഇറങ്ങി അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്തിരിക്കുന്നു, കണ്ടോ? ഇപ്പോൾ എടുത്തെടുത്ത് തിരിച്ചിങ്ങനെ പോവാണ്. ഇനി നമുക്ക് അടുത്തൊരു വണ്ടി വല്ലതും വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് പോകുന്നു. ഇനി ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് ആദ്യം നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തുന്നു. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഈ ലെയറിന് വെളിയിലാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. ഈ ലെയറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാനിത്
കുറച്ച് ഇങ്ങോട്ട് തള്ളുക. അപ്പോൾ ഇങ്ങോട്ട് സ്റ്റിയറിംഗ് പിടിക്കുക. അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വണ്ടി ഇവിടെ കണ്ട ഇങ്ങോട്ട് ഒന്ന് ചെറുതായിട്ട് പിടിക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തു പോകുന്നു. വണ്ടി ഇടത്താണെന്ന് ഏറ്റവും ആദ്യം ഞാൻ ഉറപ്പ് വരുത്തുന്നു. ഉറപ്പ് വരുത്തിയതിന് ശേഷം എൻ്റെ ഇടത്തെ കൈ ഇവിടെ വെച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇതേ വീണ്ടും സ്റ്റിയറിംഗ് ഞാനിത് ഇങ്ങനെ തിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഇതേ ഈ ലെയറിൻ്റെ വെളിയിലേക്ക് ആക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വണ്ടി ഇങ്ങോട്ട് പോകുന്നത് മനസ്സിലാകാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എപ്പോഴും ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ ഒരു പിടി അടുത്ത് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിക്കാനായിട്ട് നോക്കുക. അതായത് ചെറുതായിട്ടൊന്ന് തിരിക്കാൻ നോക്കുക. ഇങ്ങനെ നമ്മൾ ഓടിച്ചു പോകുന്നു. നമ്മൾ നോക്കുന്ന വണ്ടി ലെയറിൻ്റെ വെളിയിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ വണ്ടി അടുത്ത് വരുമ്പോൾ നമ്മളൊരു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ആ വണ്ടി കയറിയാൽ ഉടൻ തന്നെ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക. ഇങ്ങനെ നേരെയാക്കി കൊടുത്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ ഒരിക്കലും തട്ടത്തില്ല. ഇനി അവർ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തട്ടൽ അവിടെ ഉണ്ടാകത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതിൻ്റെ കാര്യം പറയാം. പലപ്പോഴും ഒരു വളവിൽ ചെന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ അപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കയറ്റത്ത് വന്നിട്ട് വണ്ടി വലിമുട്ടുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, കൂടുതൽ ശ്രദ്ധ നമുക്ക് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും ഗിയർ ലിവറിലേക്കും വരുമ്പോൾ എന്ത് ചെയ്യും, പലപ്പോഴും നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഈ കയറ്റം കയറി വന്നു. ഇനി ഒരു തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ആദ്യം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കുക, വളവും തിരിവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ആദ്യം ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുക. ഇതേ ഇടത്താണെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക, നമ്മുടെ നോട്ടം റോഡിലേക്ക് ആക്കുക. എന്നിട്ട് ക്ലച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി അടുത്ത് വന്നു, ഒരു പിടി ഈ സൈഡിലേക്ക് വെട്ടിച്ചു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നേരെയാക്കി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ തട്ടിയില്ല, ഗിയർ ഷിഫ്റ്റിംഗ് ക്ലിയറായി. ഇപ്പം ഞാൻ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ ഒരു വളവാണ്, ചെറിയ ഇറക്കമാണ്. അപ്പോൾ ഇവിടെ ഈ വളവിൽ ചെന്നിട്ട് നിങ്ങൾ ഫോർത്ത് ഇടാതിരിക്കുക. ഈ വളവൊന്ന് തിരിഞ്ഞ് റോഡ് നേരെയായി ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്നുള്ളൊരു ടൈം വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു കൈ കൊണ്ട് നമ്മളിത് ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നോക്കുക, ഒരു കയറ്റം വന്നു. കയറ്റം വരുമ്പോൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക. ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഇനി സെക്കൻഡ് ഇടണം, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഫസ്റ്റ് ഇടണം, ക്ലച്ച് പിടിക്കുന്നു, ഫസ്റ്റിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ അഡ്വാൻസ് ഇവിടെ ഞാൻ ഡൗൺ ചെയ്തതുകൊണ്ട് തന്നെ ഈ കയറ്റം കയറിയപ്പോൾ എനിക്ക് ആ ഗിയർ ഓൾറെഡി നേരത്തെ ഇട്ടത് കൊണ്ട് തന്നെ പിന്നെ കയറ്റത്ത് എനിക്ക് ഈ ആക്സിലറേഷനും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോളും ശ്രദ്ധിച്ച് മാത്രം ഡ്രൈവ് ചെയ്താൽ മതി. അപ്പോൾ വളവിനും തിരിവിലും ഇത്തരത്തിലുള്ള കയറ്റങ്ങളിലും വരുമ്പോൾ ഗിയർ അഡ്വാൻസ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. ഇങ്ങനെയുള്ള ടൈമിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, ഈ ലെയറിന് വെളിയിലാണ്. കണ്ടോ? അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ പേടി മാറി. ഇപ്പോൾ ഇത് അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഉള്ളിലാണ് വരുന്നത്. ഇതിപ്പോൾ ഈ ലെയറിന് വെളിയിലായി. ഈ വണ്ടി അടുത്ത് വന്നപ്പോൾ ഞാനിത് ഒരു ചെറുതായിട്ട് ഈ സൈഡിലേക്ക് വെട്ടിച്ചു. എന്നിട്ട് വീണ്ടും വന്നു. ഇത് ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. കണ്ടോ? ഈ ലെയറിന് വെളിയിലാണ്. അടുത്ത് വരുമ്പോൾ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഇടത്തോട്ട് പിടിക്കുന്നു. എന്നിട്ട് വീണ്ടും വലത്ത് സൈഡിലേക്ക് ആകുന്നു. അപ്പം ഇത് തിരിക്കുമ്പോൾ നിങ്ങൾ കൈകൾ പിടിക്കേണ്ട ഒരു കാര്യം പറയാം. അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളൊരു 10-10 പൊസിഷനിലേക്ക് കൈകൾ വെക്കുക. അതായത് ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചത് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഏകദേശം ഈ ടോപ്പ് മേളിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ആ വണ്ടി അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ അടുത്ത് വന്നു ഒരു പൊടിക്ക് ഇങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പിടിക്കുക. കണ്ടോ? അപ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയറായി. അതായത് ഇങ്ങനെ പിടിക്കുന്നു, ഇച്ചിരി ഇങ്ങോട്ട് പിടിക്കുക, ആ വണ്ടി പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകും. ഒപ്പം തന്നെ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പേടികൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്തായിട്ട് ചെയ്യാൻ കഴിയും. ഇടത് ചേർന്ന് നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് ട്രിക്കുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.